ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ഡെസേർട്ട് റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ കുക്കിംഗ് പ്രോസസ്സൊക്കെ വളരെ കുറവായിട്ടുള്ള ഇതിനേക്കാൾ ഈസി ആയിട്ടൊരു ഡെസേർട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പോലും സംശയമാണ്. അത്രയ്ക്കും ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ടെൻഡർ കോക്കനട്ട് സൂഫ്ലെ അല്ലെങ്കിൽ കരിക്ക് വെച്ചിട്ടുള്ളൊരു സൂഫ്ലെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ടെൻഡർ കോക്കനട്ട് സൂഫ്ലെ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഇതിലേക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യിക്കണേ. അതിന് വേണ്ടി ഒരു സോസ് പാനിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 8 ഗ്രാമോളം ചൈന ഗ്രാസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ അങ്ങ് മെൽറ്റ് ചെയ്യിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ആയി കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ. അതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കരിക്കിൻ വെള്ളമാണ്. 2 കപ്പ് കരിക്കിൻ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്യിച്ച ചൈന ഗ്രാസിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യുന്ന ബൗളിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു തിൻ ലെയറായിട്ട് വേണം സെറ്റ് ചെയ്യാൻ, ഒരുപാട് കട്ടിയാവാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ ഇങ്ങനൊരു 2 ബൗൾ എടുത്തിട്ട് 2 സെറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ട് തണുത്ത് വന്ന ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തതായി നമുക്ക് ടെൻഡർ കോക്കനട്ട് വെച്ച് ഒരു മിക്സ് തയ്യാറാക്കണേ. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 2 കരിക്കിൻ്റെ കാമ്പാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ചൊരു തിക്കായിട്ടുണ്ട്. ഇത്രയ്ക്കും തിക്കാവാതെ കുറച്ചുകൂടെ ടെൻഡർ ആണെങ്കിൽ കുറേ കൂടി നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇതിനോടൊപ്പം 1 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 കപ്പ് ഫ്രഷ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 കപ്പ് കുക്കിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ ചൈന ഗ്രാസ് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അത് ഇതുപോലെ കുഞ്ഞ് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ലൊരു പളുങ്ക് പോലെ ഇരിക്കുന്നുണ്ടാവേ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഈ സൂഫ്ലയിൽ ചേർത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് കേട്ടോ, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ പീസസ് എല്ലാം നമുക്ക് ഈ നമ്മൾ തണുത്ത് വന്നിട്ടുള്ള മിക്സിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് കറക്റ്റ് തിക്നെസ്സിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു തിക്നെസ് ആവശ്യമുണ്ട് നമ്മൾ സൂഫ്ലേക്ക് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മളുടെ ഈ പളുങ്ക് പോലെയുള്ള കോക്കനട്ട് വാട്ടർ വെച്ചിട്ടുള്ള ഈ ഒരു ജെല്ല് ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൊരു ഭംഗിക്കൊക്കെ വേണ്ടി ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ റെഡ് ചെറിയോ അങ്ങനെ എന്താണ് നിങ്ങളെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഡെസേർട്ട് ഐറ്റം അല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.